നിങ്ങൾക്ക് ഒരുപാട് വർഷം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നെറ്റ്വർക്കിംഗ്. നിങ്ങൾ ഏത് റോളിലുള്ള ആളുമാവട്ടെ, നിങ്ങളൊരു സെയിൽസ് ഗൈ ആവട്ടെ, ടെക്കി ആവട്ടെ, ഒരു ക്രിയേറ്റർ ആവട്ടെ, ഒരു ഡിസൈനർ ആവട്ടെ, ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നെറ്റ്വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നെറ്റ്വർക്കിംഗ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിപ്പോൾ ലിങ്ക്ഡിനിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ക്വാളിറ്റി ഉള്ള ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു ക്വാളിറ്റി ഉള്ള നെറ്റ്വർക്ക് എന്ന് പറയുമ്പം അതിൽ ഒരുപാട് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികൾ വേണം. ആ വ്യക്തികളുമായിട്ടുള്ള ഒരു ക്വാളിറ്റി കോൺവേഴ്സേഷനും ഒരു ക്വാളിറ്റി റിലേഷൻഷിപ്പും വേണം. അപ്പം എപ്പോഴാണ് നിങ്ങൾക്കൊരു ക്വാളിറ്റി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഒരു ക്വാളിറ്റി കോൺവേഴ്സേഷൻസ് ഹാപ്പൺ ചെയ്യുമ്പോഴാണ് ആ നെറ്റ്വർക്കിന് ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ ബിലീവ് ചെയ്യുന്നത് യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന ഒരുപാട് സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഹേർഡിൽ ചാടിക്കടക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് സമയത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് എപ്പോഴും നമ്മുടെ നെറ്റ്വർക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ കീപ്പ് ചെയ്യുന്ന കുറച്ച് തമ്പ് റൂൾസ് ഉണ്ട്. അതിൽ ഒന്നാണ് മ്യൂച്വൽ വാല്യൂ അഡീഷൻ. എനിക്ക് എപ്പോഴും നിർബന്ധമാണ്, ഞാൻ ഒരാളായിട്ട് കണക്റ്റഡ് ആകുമ്പം ആ ഒരു വാല്യൂ അഡീഷൻ മ്യൂച്വൽ ആയിരിക്കണം. അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരുപാട് കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് ആളുകളുമായിട്ട് കോണ്ടാക്സ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഓരോ കോണ്ടാക്ട്സും ഓരോ കോണ്ടാക്സ്റ്റുകളാണ് നമുക്ക് പുതിയ പേഴ്സ്പെക്ടീവ്സ് തരുന്നു. അതുപോലെ ഒരിക്കലും നമ്മൾ നെറ്റ്വർക്കിങ്ങിന് ഒരു ഹണ്ടിങ് മൂഡിൽ കാണരുത്. ഒരുപാട് പേരെ പോയി കണക്ട് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെ ആവരുത്. നമുക്ക് കുറച്ചും കൂടി ഒരു ഗാർഡനിങ് മൂഡിലായിരിക്കണം. നമ്മൾ നേർച്ചർ ചെയ്യണം റിലേഷൻഷിപ്സ്. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ യു ബിൽഡ് എ നെറ്റ്വർക്ക്, ബി വെരി ലെസ് ഓൺ എക്സ്പെക്ടേഷൻസ്, ബി വെരി ജനറസ്, അല്ലെങ്കിൽ ബി മ്യൂച്വൽ എന്ന് ഞാൻ പറയും. അപ്പം നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഗ്യാതറിങ്സ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗ്യാതറിങ്സ് അപ്കമിങ് മന്ത്സിൽ വരുന്നുണ്ട്. അതിലൊന്നാണ് നവംബറിൽ വരുന്ന, നവംബർ 21 and 22 നടക്കുന്ന ടൈ കേരള നടത്തുന്നത്. അത് ആലപ്പി കുമരകം വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഡിസംബർ 12, 13, 14 നമുക്ക് ഹഡിൽ ഗ്ലോബൽ വരുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനുള്ള ഒരു സ്റ്റാർട്ടപ്പ് മാമാങ്കമാണ് ശരിക്കും ഹഡിൽ ഗ്ലോബൽ. നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന ഇവന്റ് ആണ്. അത് കഴിഞ്ഞ ഉടനെ ഡിസംബർ 22 IDC ഇവന്റ് വരുന്നുണ്ട്. അത് കാസർഗോഡ് വെച്ചിട്ടാണ് ഇപ്രാവശ്യം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് LBS and CUK. അത് ഏഷ്യാസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കോൺക്ലേവ് എന്ന് വേണമെങ്കിൽ പറയാം ഫോർ ആസ്പയറിംഗ് എന്റർപ്രണേഴ്സ് ആൻഡ് ഫോർ കോളേജ് സ്റ്റുഡൻസ്. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ജനുവരിയിൽ നമുക്ക് AI സബ്മിറ്റ് വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് വില്ലേജ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇവന്റ്സ് വരുന്നുണ്ട്. ഇതിനൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക.